ശ്ലോകം 3. തതസ്തുതനുജാരവ. താൻ എങ്ങനെ പോയോ അതുപോലെ തന്നെ ഇരിക്കണു. കാരാഗൃഹത്തിൻ്റെ വാതിലെല്ലാം തുറന്നിരിക്കണു. ഭൃത്യന്മാരെല്ലാം നിന്നുകൊണ്ട് ഉറങ്ങണു. തൻ്റെ മുറിയുടെ ആ വാതിൽ തുറന്നു കിടക്കണു. ഉള്ളിലേക്ക് കടന്നു. കുട്ടിയെ ദേവികയുടെ കയ്യിൽ കൊടുത്തു. അപ്പം കുട്ടിക്കാരൻ ത്വദനുജാരവ, അങ്ങയുടെ അനുജത്തിയുടെ ആരവം ശബ്ദം. അനുജ, അനുജാത, അനുജ, പിന്നീട് ജനിച്ചവൾ. ക്ഷപിത നിദ്ര. ആ കരച്ചിൽ കേട്ടപ്പോൾ കാവൽക്കാരുടെ എല്ലാവരുടെയും ഉറക്കം പോയി. വേഗദ്രവൽ ഭടോൽക്കര. അവിടെ ഉണ്ടായിരുന്ന ഭടന്മാരെല്ലാവരും ഉണർന്നു. ഭടന്മാരുടെ ഉൽക്കരം, സമൂഹം, അവരെല്ലാവരും കൂടി ഒന്നിച്ച് കംസൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്തിനു വേണ്ടി? നിവേദിത പ്രസവ വാർത്തയാ, കംസനെ അറിയിക്കാൻ വേണ്ടി. ആ ഭടന്മാരാൽ അറിയിക്കപ്പെട്ട പ്രസവ വാർത്ത, അങ്ങയുടെ സഹോദരി ദേവകീ ദേവി പ്രസവിച്ചു എന്നുള്ളതായ ആ വാർത്ത ആ ഭടന്മാരെല്ലാവരും കൂടി കംസനെ അറിയിച്ചു. എന്തിനാണ് എല്ലാ ഭടന്മാരും കൂടി ഓടിയത്? പോയ എന്തെങ്കിലും സമ്മാനം കൊടുക്കും. വലിയ സന്തോഷ വാർത്തയല്ലേ. ഈ കുട്ടിയും കൂടി കൊന്നു കഴിഞ്ഞാൽ പിന്നെ കംസന് പേടിക്കാനില്ല. അപ്പോൾ അവർ എന്തെങ്കിലും സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ ആർത്തിമാൻ ദുഃഖമാണ് ഉണ്ടായത്. കംസൻ എന്തെന്നില്ലാത്ത ദുഃഖമുണ്ടായി. പെട്ടെന്ന് കിടക്കയിൽ ചാടി എഴുന്നേറ്റു. വിമുക്ത ചിഗുരോൽക്കര. ചിഗുരോൽക്കരം തലമുടി കൂട്ടം. പണ്ട് പുരുഷന്മാർക്കും സ്ത്രീകളെ പോലെ തലമുടി ഉണ്ടായിരുന്നു. അത് കെട്ടിയിട്ടാണ് രാത്രി കിടന്നിരുന്നത്. പക്ഷെ വിമുക്ത അഴിഞ്ഞിരിക്കുന്നു. കെട്ടാൻ ശ്രമിച്ചു, കെട്ടാൻ സാധിക്കുന്നില്ല. എന്നാൽ വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇട്ടു. വിമുക്ത ചിഗുരോൽക്കര ത്വരിതമാപതൻ. വേഗത്തിൽ അവിടുന്ന് പുറപ്പെട്ടു, ചാടി പുറപ്പെട്ടു. ആര്? ഭോജരാൾ, ഭോജന്മാരുടെ രാജാവായ ആ കംസൻ കാരാഗൃഹത്തിലെത്തി. ദേവിയെ നോക്കി. ദേവി കുട്ടിയെ മാറോട് ചേർത്ത് മറച്ചു പിടിച്ചിരിക്കുന്നു. അദുഷ്ട ഇവ ദൃഷ്ടവാൻ. ഈ സന്തോഷമായില്ല എന്നർത്ഥം. ആ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഭഗിനികാകരെ കന്യകാം, ഒരു പെൺകുട്ടിയാണ് എന്ന് മനസ്സിലായി. അതാണ് ദുഃഖമുണ്ടായത്. അദുഷ്ട. എട്ടാമത്തെ കുട്ടി ആണായിരിക്കുന്നതാണ് വിചാരിച്ചത്. അവനാണ് എന്നെ കൊല്ലുമെന്ന് അശരീരി വാക്ക് വന്നത്. ഇപ്പോൾ ഇതൊരു പെൺകുട്ടിയാണല്ലോ. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതായ ആ ഒരു ചിന്ത കൊണ്ട് ഏതൊരു സന്തോഷമാണ് ഉണ്ടായത്. എന്തായിരുന്നു സന്തോഷം? ഈ കുട്ടിയെ കൂടി കൊന്നു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ആരെയും ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. പക്ഷെ ഇവിടെ കണ്ടത് പെൺകുട്ടി. അങ്ങനെ അസന്തോഷമുണ്ടായി, ദുഃഖം തന്നെ ഉണ്ടായി എന്ന് പറയാം. ശ്ലോകം 4. ധ്രുവം കപടശാലിനോ മധുകരസ്യ മായാഭവേ. ഇത് ആ മധുവിനെ കൊന്ന ആ വിഷ്ണുവിൻ്റെ മായയാണ്. ധ്രുവം തീർച്ച. എന്തുകൊണ്ട്? അയാൾ കാപട്യത്തിൽ സമർത്ഥനാണെന്നർത്ഥം. മധു കൈടവന്മാർ എന്ന് പറയുന്ന 2 പേര് സൃഷ്ടിയുടെ ആദിയിൽ ഉണ്ടായവരാണ്. എങ്ങും ജലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ആദിജലം. ആ ജലത്തിലാണ് വിഷ്ണു ശയിച്ചിരുന്നത്.
അങ്ങനെ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ബ്രഹ്മാവ് ഉണ്ടായി. ആദ്യം പത്മമുണ്ടായി. ആ പത്മത്തിൻ്റെ മധ്യത്തിലായി ബ്രഹ്മാവുണ്ടായി. ആ ബ്രഹ്മാവ് അവിടെ ഇരുന്ന് ധ്യാനനിമഗ്നനായിരുന്നു. ഭഗവത് പ്രേരണ കൊണ്ട് വേദങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നു. ഈ സമയത്ത് അനേകായിരം വർഷങ്ങളാണ് കഴിയുന്നത്. ആ വിഷ്ണുവിൻ്റെ കർണത്തിൽ വെള്ളം പോയതുകൊണ്ട് മലം, കർണമലം, കായാന്നോ എന്തോ പറയും നമ്മൾ, അതുണ്ടായി. അതിനെ വിഷ്ണു എടുത്ത് രണ്ട് ഭാഗത്തേക്ക് എറിഞ്ഞു. അതിൽ രണ്ട് അസുരന്മാരായി. അതാണ് മധു, കൈടഭൻ. ആ മധുകൈടവന്മാർ മീൻകുട്ടികളെ പോലെ വളർന്നു വലുതായി. എന്തെന്നില്ലാത്ത ശക്തിയോടുകൂടി അവർ ആ വെള്ളത്തിൽ കളിച്ചു. ഇങ്ങനെ നോക്കിയതായ സമയത്താണ് ആ ബ്രഹ്മാവിനെ കണ്ടു. മുകളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ടു. ചാടി പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ബ്രഹ്മാവ് എന്തെന്നില്ലാതെ ഭയപ്പെട്ട് വിഷ്ണുവിൻ്റെ മുമ്പിൽ വന്ന് ആരും കാണാതെ പ്രത്യക്ഷനായി തനിക്ക് നേരിട്ടിരിക്കുന്ന ഉപദ്രവത്തെക്കുറിച്ച് അറിയിച്ചു. വീണ്ടും അവിടെ പോയിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. വിഷ്ണു അവിടുന്ന് എഴുന്നേറ്റ് ഇവർ രണ്ടുപേരോട് യുദ്ധം തുടങ്ങി, മധുകൈടവന്മാരോട്. ആ യുദ്ധം 5000 വർഷം നീണ്ടുന്നു എന്നാണ് പറയുന്നത്. കൊല്ലാൻ സാധിക്കുന്നില്ല. അവെന്താ നോക്കിയപ്പോൾ എന്താണ്, ഈ മധുകൈടവന്മാർ ധ്യാനിച്ചതിൽ ദേവി അവരെ അനുഗ്രഹിച്ചു. അവരുടെ ആഗ്രഹം എന്തായിരുന്നു, തങ്ങൾക്ക് മരണമുണ്ടാവരുത്. അപ്പോൾ ദേവി പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മരണം ഉണ്ടാവൂ. അപ്പോൾ അവർ സന്തോഷിച്ചു. തന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അങ്ങനെ 5000 വർഷം യുദ്ധം ചെയ്തിട്ടും വിഷ്ണുവിന് അവരെ രണ്ടുപേരെയും കൊല്ലാൻ സാധിച്ചില്ല. അപ്പോൾ വിഷ്ണു ഇങ്ങനെ ചിന്താമഗ്നനായിട്ടിരുന്നപ്പോൾ ദേവി മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വര അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവരെ വഞ്ചിച്ച് കൊന്നോളൂ. വിഷ്ണു പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഠാങ് എന്ന് പ്രത്യക്ഷനായി. തൻ്റെ 4 തൃക്കൈകളോടുകൂടി അനുഗ്രഹിക്കുന്ന മട്ടിൽ, നിങ്ങളുടെ യുദ്ധത്തിൽ നോം അതീവ സന്തുഷ്ടനാണ്, ചോദിച്ചുകൊള്ളൂ, വരം ചോദിച്ചുകൊള്ളൂ. അവർ ചിരിക്കാൻ തുടങ്ങി. ഇത്ര കാലം യുദ്ധം ചെയ്തിട്ടും ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കാത്ത ആൾ വരം തരാമെന്നു, അങ്ങോട്ട് വരം ചോദിച്ചോളൂ, എന്നാൽ നിങ്ങളെ കൊല്ലാനുള്ള വരം തരൂ. ഇങ്ങനെയാണ് വഞ്ചിച്ചത്. അവർ ആകപ്പാടെ കഷ്ടത്തിലായി. അവരും ബുദ്ധിമാന്മാർ, നോക്കണേ, എല്ലായിടത്തും വെള്ളമില്ലാത്തടത്ത് വെച്ച് കൊന്നോളൂ. അപ്പോൾ വിഷ്ണു തൻ്റെ തൊട അങ്ങോട്ട് വലുതാക്കുകയാണ്. തൊട വലുതാക്കി രണ്ടിനെ ആ തൊടയിലേക്ക് പിടിച്ച് തൻ്റെ ചക്രം കൊണ്ട് അവരുടെ ശിരസ് ഛേദിച്ചു. അവരുടെ മേധസ് ഒഴുകി. ആ മേധസ് ഒഴുകിയിൽ നിന്നാണ് മേദിനി ഉണ്ടായത്. അപ്പോൾ കാപട്യത്തിലാണ്, വഞ്ചിച്ചിട്ടാണ് മധുവിനെയും കൈടവനെയും കൊന്നത്. ഇവിടെ മധുവിൻ്റെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. മധുകൈടവന്മാരെ രണ്ടുപേരെയും സൃഷ്ടിയുടെ ആദിയിൽ വഞ്ചിച്ചിട്ടാണ്. കപടശാലിനോ, കാപട്യമുള്ളവൻ. ഭഗവാൻ കാപട്യം ഒരിക്കലും കാണിക്കില്ല, പക്ഷേ ദുഷ്ടന്മാരോട് ചിലപ്പോൾ കാണിച്ചു എന്ന് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒരു കാപട്യമല്ലേ ഇത് ഈ പെൺകുട്ടി കൊടുത്തിരിക്കുന്നത്. ആൺകുട്ടി 8ാമത്തെ ആൺകുട്ടി കൊല്ലുന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ കംസൻ്റെ മനസ്സിലിങ്ങനെ ചിന്തകൾ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മായയാണിത്. മധുകരസ്യ മായാഭവേത്. മധുവിനെ കൊന്നവൻ്റെ, മധുകൈടവന്മാരെ വധിച്ചവൻ്റെ മായാപ്രയോഗമാണിത് എന്ന് കംസൻ വിചാരിക്കുകയാണ്.
മായ. ആ ശബ്ദം നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. യാ മാ സാ മായ, ഇതാണ് അതിൻ്റെ വ്യുൽപ്പത്തി. യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. മായ നമ്മളെ ഈ വിധത്തിൽ ബന്ധിച്ചു എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്. ബന്ധിക്കുന്നത് നമ്മളിലുള്ള ഗുണങ്ങളാണ്. മായ നമ്മളിൽ ഓരോരുത്തരിലും 3 ഗുണങ്ങളായിട്ടിരിക്കുന്നു: സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ആര് സത്വഗുണത്തിലേക്ക് പോകുന്നുവോ അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നു. അത് വിദ്യാസ്വരൂപിണിയായ മായ, ജ്ഞാനത്തിനെ നൽകുന്ന മായ. രജസും തമസുമുള്ള മായ അവിദ്യാസ്വരൂപിണിയായ മായ, അജ്ഞാനം. എങ്ങനെ അജ്ഞാനം വരുത്തുന്നത്? ലോകത്തിൽ കാണുന്നതായ വസ്തുക്കളിലാണ് സുഖമുള്ളത് എന്നുള്ള ചിന്ത വരുന്നതാണ് അജ്ഞാനം. അപ്പം ആരൊക്കെ ഭൗതിക വസ്തുക്കളിൽ മാത്രം സുഖത്തിനെ കണ്ടുകൊണ്ട് കാക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വസിക്കുന്നുവോ അവരൊക്കെ അവിദ്യാസ്വരൂപിണിയായ മായയുടെ പിടിയിലാണ്. ആര് ഭഗവാനെ ഭജിച്ച് സത്വഗുണത്തിനെ വർദ്ധിപ്പിക്കുന്നുവോ അവർ വിദ്യാസ്വരൂപിണിയായ മായ, അവരെ വിദ്യാസ്വരൂപിണിയായ മായ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണം. ഒരേ മായ തന്നെ 2 കൂട്ടരെ, ഒരു കൂട്ടരെ അനുഗ്രഹിക്കുന്നു, ഒരു കൂട്ടരെ ഇട്ട് കറക്കുന്നു. അതാണ് ഭഗവത്ഗീതയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ മധുഹരൻ്റെ മായ മൂലമാണ് ഈ വിധത്തിൽ സംഭവിച്ചത് എന്ന് കംസൻ മനസ്സിൽ വിചാരിക്കുന്നു. ഇതൊക്കെ വിചാരമാണ്. നിമിഷ നേരം കൊണ്ട് വിചാരങ്ങളങ്ങനെ പോവുകയാണ്. നോക്കി, നല്ലവണ്ണം നോക്കി. കിശോരികാം ഭഗിനികാകരാലിംഗിതാം, തൻ്റെ സഹോദരി തൻ്റെ കൈകളെ കൊണ്ട് അമർത്തി പിടിച്ച് ആലിംഗനം ചെയ്തിരിക്കുകയാണ്. ആ കുട്ടി, പെൺകുട്ടി കിശോരിക. എന്താ ചെയ്യേണ്ടത് മനസ്സിലാലോചിച്ചു. നിമിഷ നേരം കൊണ്ട് ഉറപ്പിച്ചു. എന്ത്? ദീപോ നളിനികാന്തരാദിവ. എപ്രകാരം ഒരാന സരസിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ ആ താമരവളയങ്ങളെ മുഴുവൻ ഒന്നിച്ചെടുത്ത് ഒരടി അടിക്കും. നളിനികാന്തരാദിവ മൃണാളികാം ആക്ഷിപൻ. മൃണാളിക താമരവളയക്കൂട്ടം, അതിനെ ഒന്നിച്ചെടുത്ത് ഒരൊറ്റടി ആക്ഷിപൻ. അതുപോലെ അയം ഈ കംസൻ ത്വതനുജാം, ആ കാല് കയറി പിടിച്ചു. കാല് മൂടിയിട്ടില്ല, അവിടെ കയറി പിടിച്ചു ഒറ്റ വലി. അജാം, ജനിക്കാത്തവളാണ്, മായയാണ്. അജാം ഉപലപട്ടകേ, ആ കല്ലിൽ, കരിങ്കല്ലിൽ, ഏതൊരു കരിങ്കല്ലിലാണോ 6 കുട്ടികളെ നേരത്തെ കൊന്നത്, അതിൽ 7ാമത്തെ ആളെ കൊല്ലാൻ പറ്റിയില്ല. ആ കല്ലിൽ പിഷ്ടവാൻ, അടിച്ച് പേഷണം ചെയ്തു. അപ്പോൾ ഈ വിധത്തിൽ മധുവിനെ കൊന്നതായ ആ വിഷ്ണു തൻ്റെ മായ പ്രയോഗിച്ച് ആൺകുട്ടിയെ കൊടുക്കുന്നതിന് പകരം പെൺകുട്ടിയെ കൊടുത്ത് എന്നെ ഭ്രമിപ്പിക്കുകയാണ് എന്നുള്ളതായ ചിന്തയോടുകൂടി ആണ് കംസൻ ആ കുട്ടിയുടെ, പെൺകുട്ടിയുടെ കാലിൽ 2ലും കയറി പിടിച്ച് വലിച്ച് എടുത്ത് കല്ലിലടിച്ചത്. ഇതാണ് മായ. ആ കുട്ടിയെ കൊന്നുകഴിഞ്ഞാൽ തനിക്ക് പിന്നെ മരണമില്ല എന്നാണ് ആ കംസൻ്റെ വിചാരം. അപ്പോൾ എപ്പോഴാണോ കുട്ടിയെ പിടിക്കാൻ വേണ്ടി കാലിൻ്റെ അടുത്തേക്ക് കൈ വന്നത്, ദേവകി നിലവിളിക്കാൻ തുടങ്ങി. വീണ്ടും പിന്നാക്കം മാറി മാറി നിലവിളിക്കാൻ തുടങ്ങി. ജ്യേഷ്ഠ, ഈ കുട്ടിയെ എനിക്ക് തരൂ, ഇനി ഞാൻ ഒരിക്കലും പ്രസവിക്കില്ല. ഇത് പെൺകുട്ടിയല്ലേ ഏട്ടാ,
ഈ പെൺകുട്ടി അങ്ങനെ എന്താ ചെയ്യുക? ആൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വധിച്ചു എന്ന് വരാം. പെൺകുട്ടി എന്താ ചെയ്യുക? അതുകൊണ്ട് ഈ കുട്ടിയെങ്കിലും എനിക്ക് തരൂ. എൻ്റെ എത്ര കുട്ടികളെയാണ് ഏട്ടൻ വധിച്ചത്? അപ്പോൾ ഒക്കെ വല്ലാതെ ദേഷ്യത്തോടി നോക്കുന്നുണ്ട്. പക്ഷെ ദേവകി കരഞ്ഞുകൊണ്ടേയിരുന്നു. കംസൻ അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ട് ആ കുട്ടിയുടെ രണ്ട് കാലിലും പിടിച്ച് വലിച്ച് എടുത്ത് അടിക്കുകയുണ്ടായി. അടിച്ച ഉടനെ എന്ത് സംഭവിച്ചു നോക്കുക.